അവൾക്കരികിലേക്ക് അന്യനായ ഒരാൾക്ക് ഭയാശങ്കകളില്ലാതെ കടന്നു പോകാമെങ്കിൽ എനിക്കും എന്തുകൊണ്ട് അവിടെ പൊയ്ക്കൂടാ? സന്ദീപ് എവിടെ? അവൻ ഇതുവരെ റെഡിയായില്ലേ? രാവിലത്തെ പൂജ കണ്ട് തൊഴാന്ന് അവനല്ലേ നമ്മളോട് പറഞ്ഞത്. എന്നിട്ടെന്താ അവൻ ലേറ്റ് ആവുന്നത്? മാഡം, സന്ദീപ് സാർ കുളിച്ച് റെഡിയായി പുറത്തേക്ക് പോയല്ലോ. അവൻ പുറത്തേക്ക് പോയെന്നോ? അതെന്താ അങ്ങനെ? അമ്മേ, എല്ലാവർക്കും കൂടി ഒരുമിച്ച് അമ്പലത്തിൽ പോകാന്നല്ലേ നമ്മൾ തീരുമാനിച്ചത്? ഇനി വേറെന്തെങ്കിലും ആവശ്യത്തിന് പോയതാണെങ്കിലോ? വേറെ എന്താ ആവശ്യം അമ്മേ? ചിലപ്പോ അവൻ അവളെ കാണാൻ തന്നെ പോയതായിരിക്കും. എങ്ങോട്ടാ പോകുന്നെന്ന് മുരളി ചോദിച്ചില്ലേ? ഇല്ല, സാർ ഉടനെ തിരിച്ചു വരുമെന്ന് പറഞ്ഞിരുന്നു മാഡം. എന്നാലും അവൻ പറയാതെ ഇപ്പൊ ഇങ്ങോട്ടാ പോയത്? മുരളി, അവൻ തന്നോട് വേറെ എന്തെങ്കിലും അന്വേഷിച്ചായിരുന്നോ? എന്താ ചോദിച്ചത് കേട്ടില്ലേ? മാഡം, സാറ് ദേവൂട്ടിപ്പ എവിടെയാ താമസം എന്ന് ചോദിച്ചിരുന്നു. അപ്പോ ആ കുട്ടി ഇപ്പൊ താമസിക്കുന്ന സത്രത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തു. കണ്ടോമ്മേ, ഇപ്പൊ ഞാൻ പറഞ്ഞത് വെറുതെ ആയില്ലല്ലോ. അവൻ അങ്ങോട്ട് തന്നെയാ പോയത്. ചോദിച്ച ഉടനെ എന്തിനാ മുരളി ഇതൊക്കെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തത്? കഷ്ടം. സോറി മാഡം. വന്ന ദിവസം തന്നെ അവൻ നമ്മളെ വിഷമിപ്പിക്കാനാണല്ലോ അമ്മേ പുറപ്പാട്. നീ ഒന്ന് സമാധാനിക്ക് ശ്രീകലേ. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ അവൻ. അവൻ പോയിട്ട് വേഗം വന്നോളൂ. അവളുടെ അച്ഛനെ ഇതുവരെ കണ്ടില്ലല്ലോ. അച്ഛൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവില്ല. ദേവൂട്ടി ചേച്ചി എപ്പോഴാ വരിക? അറിയില്ല അങ്കിളെ. ചേച്ചി പൂക്കടയില് തിരക്കൊക്കെ കഴിയുമ്പോ വരാന്ന് പറഞ്ഞിട്ടാ പോയത്. അങ്കിളിന് പോവാൻ ധൃതിയായോ? പോണം മോളെ. ചെന്നിട്ട് വേണം അങ്കിളിന്റെ അമ്മയുമായിട്ട് ക്ഷേത്രത്തിൽ പോവാൻ. എന്നാ അങ്കിൾ പൊയ്ക്കോ. അല്ല, മോക്ക് തനിച്ചിരിക്കാൻ പേടിയില്ലല്ലോ? ഏയ് ഇല്ല ഇല്ല. അച്ഛനിപ്പ വരില്ലേ? അങ്കിൾ ഇടയ്ക്ക് വരാം. ദേവു ചേച്ചി വരുമ്പോ അവള് സന്ദീപങ്ങൾ വന്നിരുന്നു പറയണം കേട്ടോ. പറയാം. ഞാനൊരു ഭിക്ഷാന്തേക്ക്. ഈ പുണ്യഭൂമിയിൽ അമ്മയുടെ അവദാനങ്ങൾ പാടി നടക്കുന്ന ഒരു തീർത്ഥാടക ഭിക്ഷു. അമ്മേ മഹാമായേ, ഇവിടേക്ക് വന്നത്? വിദ്യാമ്മയെ ഒന്ന് കാണണം. മൂകാംബിക ദർശനത്തിന് എത്തുമ്പോഴൊക്കെ ഞാനിവിടെ വരാറുണ്ട് വിദ്യാമ്മയെ കാണാൻ. ഞങ്ങള് ആത്മീയ കാര്യങ്ങളൊക്കെ കുറച്ചുനേരം സംസാരിച്ചിരിക്കും. വിദ്യാമ്മ ഇപ്പൊ അമ്പലത്തിലായിരിക്കും. അറിയാം, ക്ഷേത്രത്തിൽ വെച്ച് കണ്ടിരുന്നു. വിദ്യാമ്മ വരുന്നതുവരെ ഇവിടെ വിശ്രമിക്കാൻ പറഞ്ഞു. മോള് മിടുക്കിയാണല്ലോ. എന്താ മോളുടെ പേര്? ശിവപ്രിയ. ശിവപ്രിയ. ശിവഭക്തയാണല്ലേ? നന്നായി നന്നായി. അങ്കിളെ, അച്ഛൻ
ദിവസം വന്നിട്ട് പോയാൽ മതി. അത്രേ ഉള്ളൂ മോളെ. അല്ല, എന്താ പുറത്തേക്ക് പോകുന്നത്? അല്ല, പിന്നീടാ ഞാൻ ഓർത്തെ. നിങ്ങൾക്ക് അപരിചിതനായ ഞാൻ വിദ്യാമ്മ ഇല്ലാത്തപ്പോ അകത്തേക്ക് കേറുന്നത് ശരിയല്ലല്ലോ. അത് സാരമില്ല, അകത്തിരുന്നോളൂ. അയ്യോ, വേണ്ട വേണ്ട. ഞാൻ ഇവിടെ തന്നെ വിശ്രമിച്ചോളാം. വിദ്യാമ്മ വരട്ടെ. ശരി. അങ്കിള് വാ. ഓഹോ, എന്താ മോളെ? എന്ത് പറ്റി? എനിക്കെന്തോ പേടിയാവുന്നു അങ്കിളെ. മോള് പേടിക്കണ്ട, അച്ഛൻ വന്നിട്ടേ അങ്ങള് പോകൂ. പോരെ? അങ്കിളിനെ കാണിക്കാൻ ഞാനൊരു കാര്യം എടുത്തിട്ട് വരാം. അമ്മേ, ദേ ഇതാണ് അവരുടെ കട. ദേവൂട്ടി അവിടെ ഇല്ലെന്നാ തോന്നുന്നേ. വരൂ വരൂ. നമസ്കാരം. നമസ്കാരം. അല്ല, സന്ദീപിന്റെ അമ്മയല്ലേ? അതെ, സന്ദീപിന്റെ അമ്മ തന്നെയാ. എല്ലാവരും കൂടി എത്തുമെന്ന് സന്ദീപ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എത്തിയ കാര്യം അറിഞ്ഞില്ല കേട്ടോ. ഓ, അത് ശരി. അപ്പൊ വരവ് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിരിക്കുന്നു. അതാവും വന്ന ഉടനെ തന്നെ മോളോട് സല്ലപിക്കാൻ നിങ്ങൾ സൗകര്യം ഒരുക്കി കൊടുത്തത്. എന്തൊക്കെയായി പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. വേണ്ട വേണ്ട, നിങ്ങൾ അങ്ങനെയൊന്നും അറിയില്ല, കണ്ടില്ല, കേട്ടില്ല എന്നൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട.